പ്രോബിലിറ്റിയുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ തിയറം ഓഫ് പ്രോബിലിറ്റി പഠിച്ചു. അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തു. അഡീഷൻ തിയറവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് തിയറങ്ങൾ പഠിച്ചു. അത് ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോബ്ലംസാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ആൻ എൻട്രൻസ് ടെസ്റ്റ് there are two examinations. The probability of passing the first examination is 0.8. The probability of passing the second examination is 0.7. By entrance test രണ്ട് എക്സാമിനേഷൻസ് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ ഫസ്റ്റ് എക്സാമിനേഷൻ പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.8 ആണ്. അതേപോലെ സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.7. and the probability of passing at least one of the examination is 0.95. Probability of passing at least one of the examination, ഈ എക്സാമിനേഷൻ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.95 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ബോത്ത് ദ എക്സാമിനേഷൻ. എങ്കിൽ ഈ രണ്ട് എക്സാമിനേഷനും പാസ്സാവാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് എക്സാമിനേഷൻ ഉണ്ടെന്ന് പറയുന്നു. ഫസ്റ്റ് എക്സാമിനേഷൻ പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.8 ആണെന്നും സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.7 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻറ്റുകൾക്ക് പേരെടുക്കാം. ഫസ്റ്റ് എക്സാമിനേഷൻ പാസ്സാകുന്നു എന്ന ഇവൻറ്റിനെ എ എന്നും സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സാകുന്നു എന്ന ഇവൻറ്റിനെ ബി എന്നും കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷൻ പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.8. ദാറ്റ് മീൻസ് എയുടെ പ്രോബിലിറ്റി 0.8. പ്രോബിലിറ്റി ഓഫ് പാസിംഗ് സെക്കൻഡ് എക്സാമിനേഷൻ 0.7. ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.7. പിന്നെ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എക്സാമിനേഷൻ. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പാസ്സാകാൻ, എ ഓർ ബി എന്ന് പറയാം അല്ലേ. ഫസ്റ്റ് ഓർ സെക്കൻഡ്, ഫസ്റ്റ് മാത്രമാകാം സെക്കൻഡ് മാത്രമാകാം, രണ്ടും കൂടിയാകാം. അതാണ് എ ഓർ ബി. അതിനാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കുറച്ച് ഇവൻറ്റുകൾ തന്നിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഇവൻ്റ് ഒക്കർ, ഒരെണ്ണമെങ്കിലും ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇവൻറ്റുകളുടെ യൂണിയനാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എക്സാമിനേഷൻ, ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, ഇറ്റ് ഈസ് 0.95. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ബോത്ത് എക്സാമിനേഷൻ. രണ്ടും പാസ്സാവും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, എ ആൻഡ് ബി. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെയാണ്? ലെറ്റ് എ ബി ദ ഇവൻറ്റ് ഓഫ് പാസിംഗ് ഫസ്റ്റ് എക്സാമിനേഷൻ, ബി ബി ദ ഇവൻറ്റ് ഓഫ് പാസിംഗ് സെക്കൻഡ് എക്സാമിനേഷൻ. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു 0.8, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.7. Probability of passing at least one examination 0.95. That means probability of A union B equal to 0.95. നമുക്ക് കാണേണ്ടത് P of A intersection B ആണ്. അതിന് നമ്മൾ അഡിഷൻ തിയറം ഉപയോഗിക്കുകയാണ്. P of A union B equal to P of A plus P of B minus P of A intersection B. അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P of A union B ക്ക് 0.95 എന്ന് കൊടുത്തു, P of A ക്ക് 0.8, P of B ക്ക് 0.7 മൈനസ് P of A intersection B അറിഞ്ഞൂടാ, അതങ്ങനെ തന്നെ എഴുതി. ഈ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എടുത്ത് ലെഫ്റ്റിലോട്ട് മാറ്റുക, 0.95 റൈറ്റിലോട്ട് മാറ്റുക. അപ്പോൾ ഈ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇതാവും. ഇത് അപ്പുറം പോകും മൈനസ് 0.95. അപ്പോൾ 0.8 പ്ലസ് 0.7 മൈനസ് 0.95. ആൻസർ 0.55. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ ബി മീൻസ് എ ആൻഡ് ബി. എ ആൻഡ് ബി മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സാവാനാണ്. ദാറ്റ് മീൻസ് രണ്ടും പാസ്സാവാനുള്ള പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ബോത്ത് എക്സാമിനേഷൻ ഈക്വൽ ടു 0.55. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് വിൽ പാസ് ബോത്ത് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈസ് 0.5. ഒരു സ്റ്റുഡൻറ്റ് രണ്ട് എക്സാമിനേഷനും ഇംഗ്ലീഷിലും ഹിന്ദിയും രണ്ട് എക്സാമും പാസ്സാകാനുള്ള പ്രോബിലിറ്റി 0.5. പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നെയ്തർ ഓഫ് ദ എക്സാമിനേഷൻ ഈസ് 0.1. രണ്ടും പാസ്സാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി 0.1. അപ്പം രണ്ടും പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.5ഉം രണ്ടും പാസ്സാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി 0.1. Then probability of passing English is 0.75. ഇംഗ്ലീഷ് പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.5. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി പാസ്സാവാനുള്ള പ്രോബിലിറ്റി. ആൾസോ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഹിന്ദി പാസ്സാവാനുള്ള പ്രോബിലിറ്റി. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഇംഗ്ലീഷും ഹിന്ദി രണ്ടെണ്ണമാണ്. അപ്പോൾ ഇവൻറ്റുകളെ എ എന്നും ബി എന്നും വിളിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സായിട്ട് ഈ വെച്ച് ഉപയോഗിക്കാം, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ ഇംഗ്ലീഷ് പാസ്സാവുന്ന ഇവൻറ്റിനെ ഇ എന്നും ഹിന്ദി പാസ്സാവുന്ന ഇവൻറ്റിനെ എച്ച് എന്നും ഡിനോട്ട് ചെയ്യാം. ആദ്യം തന്നേക്കുന്ന എ സ്റ്റുഡൻറ്റ് വിൽ പാസ് ബോത്ത് എക്സാമിനേഷൻ. ബോത്ത് മീൻസ് രണ്ടും പാസ്സാവണം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ദാറ്റ് മീൻസ് ഇ ആൻഡ് എച്ച്. ദാറ്റ് മീൻസ് ഈ ഇൻ്റർസെക്ഷൻ എച്ചിൻ്റെ പ്രോബബിലിറ്റിയാണ് 0.5. പ്രോബിലിറ്റി ഓഫ് പാസ് ബോത്ത് എക്സാമിനേഷൻ ആണ് 0.5. ദാറ്റ് മീൻസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ 5.5.
അടുത്ത പ്രോബിലിറ്റി പാസിംഗ് നെയ്തർ ഓഫ് ദ എക്സാമിനേഷൻ ഈസ് 0.1. എന്താണ് ഈ നെയ്തർ ഓഫ് ദ എക്സാമിനേഷൻ? നെയ്തർ ഓഫ് ദ എക്സാമിനേഷൻ മീൻസ് രണ്ടും പാസ്സാവാതിരിക്കാൻ. ദാറ്റ് മീൻസ് ഇംഗ്ലീഷും പാസ്സാവുന്നില്ല, ഹിന്ദിയും പാസ്സാവുന്നില്ല. രണ്ടും പാസ്സാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഇംഗ്ലീഷ് പാസ്സാവുന്നില്ല എന്നുള്ള ഇവൻറ്റിനെ ഈ കോംപ്ലിമെൻ്റ് എന്നും, ഹിന്ദി പാസ്സാകുന്നില്ല എന്ന ഇവൻറ്റിനെ എച്ച് കോംപ്ലിമെൻ്റ് എന്നും എഴുതാം. അപ്പോൾ രണ്ടും പാസ്സാവുന്നില്ല മീൻസ് ഈ കോംപ്ലിമെൻ്റ് ആൻഡ് എച്ച് കോംപ്ലിമെൻ്റ്. ദാറ്റ് മീൻസ് ഈ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻ്റ്. അതായത് ഇങ്ങനെയുള്ളൂ, രണ്ട് ഇവൻറ്റുകൾ തന്നിട്ട്, എ ബി രണ്ട് ഇവൻറ്റുകൾ തന്നിട്ട് രണ്ടും ഒക്കർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എയും ഇല്ല ബിയും ഇല്ല. എ ഇല്ല എന്നുള്ളതിനാണ് എ കോംപ്ലിമെൻറ്റ്, ബി ഇല്ല എന്നുള്ളതിനാണ് ബി കോംപ്ലിമെൻറ്റ്. രണ്ടും ഇല്ല എന്നുള്ളത് ആൻഡ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അങ്ങനെയാണ് എടുക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂണിയനാണ്, രണ്ടും ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ പ്രോബിലിറ്റി പാസിംഗ് നെയ്തർ ഓഫ് ദ എക്സാമിനേഷൻ, രണ്ടും പാസ്സാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് മീൻസ് ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻറ്റ്, അതിൻ്റെ പ്രോബിലിറ്റി 0.1. ദെൻ പ്രോബിലിറ്റി പാസിംഗ് ഇംഗ്ലീഷ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇയുടെ പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 0.75. ദെൻ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇ ഓർ എച്ച്. ദാറ്റ് മീൻസ് ഈ യൂണിയൻ എച്ച് ആണ്. പിന്നെ ഫൈൻഡ് ദ പ്രോബിലിറ്റി പാസിംഗ് ഹിന്ദി ഇ ഓഫ് എച്ച്. അപ്പോൾ ഈ യൂണിയൻ എച്ചും എച്ചും ഈ രണ്ട് പ്രോബിലിറ്റികളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നേക്കുന്നത് എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ദാറ്റ് മീൻസ് ഈ ഇൻ്റർസെക്ഷൻ എച്ച് 0.5, പ്രോബിലിറ്റി 0.5. പാസിംഗ് നെയ്തർ, ദാറ്റ് മീൻസ് ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻറ്റ് 0.1. പിന്നെ ഇയുടെ പ്രോബിലിറ്റി 0.75. ഇത്രയാണ്. അപ്പോൾ ലെറ്റ് ഇ, എച്ച് റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് the events of passing English and Hindi examination. Given probability of passing both examination is equal to 0.5. That means P of E intersection H is equal to 0.5. പിന്നെ P of E equal to 0.75 തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.75 തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നെയ്തർ എക്സാമിനേഷൻ, രണ്ടും പാസ്സാകാതിരിക്കാനുള്ള പ്രോബിലിറ്റി 0.1 തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, രണ്ടും പാസ്സാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻ്റ് ആണ്, അതിൻ്റെ പ്രോബിലിറ്റിയാണ് 0.1. നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾ കോംപ്ലിമെൻറ്റ് പഠിച്ചു. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അതായത് ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻ്റ് ആണ് 0.1. ആദ്യം നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇ യൂണിയൻ എച്ച് ദ ഹോൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എച്ച് ദ ഹോൾ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു 0.1 എന്ന് എഴുതാം. ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻറ്റിന് ഇ യൂണിയൻ എച്ച് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 0.1. കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എച്ച് ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ളതിനെ 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 0.1. ഈ 0.1 ലെഫ്റ്റിലേക്ക് മാറ്റുക, മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ 1 ഇതിപ്പം ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് ആവും. 1 മൈനസ് 0.1 ഈക്വൽ ടു ഇതപ്പുറം പോകുമ്പോൾ പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്നാവും. അപ്പോൾ 1 മൈനസ് 0.1 ഈക്വൽ ടു പി ഓഫ് ഇ യൂണിയൻ എച്ച്, അല്ലെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എച്ച് ഈക്വൽ ടു 1 മൈനസ് 0.1, ആ 0.9 കിട്ടും. ഈ യൂണിയൻ എച്ച് മീൻസ് ഇ ഓർ എച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പാസ്സാകുക എന്നാൽ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഈസ് ഈക്വൽ ടു 0.9. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഹിന്ദി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എച്ച് അറിയാം, പി ഓഫ് ഇ അറിയാം, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് അറിയാം. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് 0.5 ആണെന്നറിയാം, പി ഓഫ് ഇ 0.75 ആണെന്നറിയാം. ഇപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എച്ച് കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞു, പി ഓഫ് 0.9 ആണ് എന്നറിയാം. അപ്പോൾ നമ്മൾ അഡീഷൻ തിയറം ഉപയോഗിക്കാൻ പോവുക. എന്താ അഡീഷൻ തിയറം? പി ഓഫ് ഇ യൂണിയൻ എച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എച്ച് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച്. ഇതിൽ അറിയാവുന്നത് പി ഓഫ് ഇ യൂണിയൻ എച്ച് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 0.9 ആ വാല്യൂ കൊടുക്കുന്നത്. പി ഓഫ് ഇ തന്നിട്ടുണ്ട് 0.75, പി ഓഫ് എച്ച് അറിഞ്ഞൂടാ, അത് അങ്ങനെ തന്നെ എഴുതുക, മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ചും തന്നിട്ടുണ്ടായിരുന്നു 0.5. ഇനി എളുപ്പമാണല്ലോ. 0.9 ഇസിക്കൽ ഈ 0.75 മൈനസ് 0.25 ആകുമ്പോൾ 0.25 വരും. 0.25 പ്ലസ് പി ഓഫ് എച്ച് എന്ന് വരും. ആ 0.25 ലെഫ്റ്റിൽ മാറ്റുന്നു. അപ്പോൾ 0.9 മൈനസ് 0.25 ഈക്വൽ ടു പി ഓഫ് എച്ച്. അപ്പോൾ പി ഓഫ് എച്ച് ഇസിക്കൽ ടു 0.9 മൈനസ് 0.25, ഇറ്റ് ഈസ് 0.65. പി ഓഫ് എച്ച് മീൻസ് പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇൻ ദി എക്സാമിനേഷൻ 0.65. എളുപ്പമുള്ള ചോദ്യങ്ങൾ ഇതല്ല. അടുത്ത ചോദ്യം, two students, Anil and Ajit, appeared in an examination. The probability of that Anil will qualify the examination is 0.05. The probability that Ajit will not qualify the examination is 0.9.
probability that both of them will qualify the examination is 0.02. Find the probability that രണ്ട് മൂന്ന് പാർട്ടുണ്ട്, അതിൽ ആ ചോദ്യം ഒന്ന് വായിക്കാം. 2 students, Anil and Ajit, appeared in an examination. രണ്ട് പേര് ഒരു എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നു. The probability that Anil will qualify, നമുക്കൊരു കാര്യം ചെയ്യാം. അനിൽ ആൻഡ് അജിത്ത് ആണ്. അപ്പോൾ അനിൽ പാസ്സാകുന്ന ഇവൻറ്റിനെ എ എന്നും അജിത്ത് പാസ്സാകുന്ന ഇവൻറ്റിനെ ബി എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ തുടങ്ങണം. അപ്പോൾ probability that Anil will qualify the examination, അനിൽ ജയിക്കാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് മീൻസ് എയുടെ പ്രോബിലിറ്റിയാണ് 0.05. അടുത്ത പ്രോബിലിറ്റി ദാറ്റ് അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ, അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ, പാസ് ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. അജിത്ത് പാസ് ആകാനുള്ള ഇവൻറ്റിനെ നമ്മൾ ബി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ പാസ് ആകാതിരിക്കുക എന്നുള്ള ഇവൻറ്റിനെ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാം, ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, അതാണ് 0.9. ഇനി പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ 0.02, രണ്ടുപേരും ജയിക്കാനുള്ള പ്രോബിലിറ്റി. രണ്ടുപേരും ജയിക്കുക മീൻസ് എ ആൻഡ് ബി ആണ്, ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, അത് 0.02. ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എന്തൊക്കെയാ, ആദ്യം ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ, എക്സാക്ട്ലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാം. Anil will qualify the examination 0.5, that means P of A. It will not qualify, that means P of B complement. പിന്നെ both of them will qualify, അത് P of A intersection B 0.02. ഇത്രയാണ് തന്നേക്കുന്നത്. അപ്പോൾ let A, B respectively denote the events Anil Ajit qualify the exam. ആദ്യം തന്നേക്കുന്ന P of A is equal to 0.05. P of B complement ആണ്, will not qualify അല്ലേ, അപ്പോൾ P of B complement 0.9. പിന്നെ ബോത്ത് ഓഫ് ദം ക്വാളിഫൈ 0.02, അത് P of A intersection B 0.02. ആദ്യമേ തന്നെ ഈ P of B കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് P of A പ്ലസ് P of A കോംപ്ലിമെൻ്റ് 1 എന്നാണ്. അവിടെ നിന്ന് P of A കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 മൈനസ് P of A എന്ന് എഴുതാം, അല്ലെങ്കിൽ P of A ഈക്വൽ ടു 1 മൈനസ് P of A കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ P of B കോംപ്ലിമെൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് P of B കാണാൻ പറ്റും. P of B is equal to 1 minus P of B complement, that means 1 minus 0.9 is equal to 0.1. അത് ഒരിക്കലും മറക്കരുത്. ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയും ഈ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ 1 ആവും. അതുകൊണ്ട് കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കാണാൻ 1 മൈനസ് ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി. തിരിച്ചും പറയാം, ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കാണാൻ 1 മൈനസ് കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമുക്ക് P of A ഉണ്ട്, P of B ഉണ്ട്, P of A ഇൻ്റർസെക്ഷൻ B ഉണ്ട്. നമുക്കിനി ഓരോന്നോരോന്നെടുക്കാം. ആദ്യം ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ആദ്യം ചോദിച്ചിരിക്കുന്നത് ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ, രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല. ദറ്റ് മീൻസ് അനിൽ വിൽ നോട്ട് ക്വാളിഫൈ ആൻഡ് അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ. അനിൽ വിൽ നോട്ട് ക്വാളിഫൈ എന്നുള്ളതിനെ എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ആൻഡ് എന്നുള്ളത് ഇൻ്റർസെക്ഷനാണ്. അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ എന്നെ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ മീൻസ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. നോക്കാം. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ, രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല. അത് മീൻസ് അനിലും ക്വാളിഫൈ ചെയ്യുന്നില്ല, അജിത്തും ക്വാളിഫൈ ചെയ്യുന്നില്ല. അനിൽ ക്വാളിഫൈ ചെയ്യുന്നില്ല, അതാണ് എ കോംപ്ലിമെൻറ്റ്. ആൻഡ് അജിത്ത് ക്വാളിഫൈ ചെയ്യുന്നില്ല, അതാണ് ബി കോംപ്ലിമെൻറ്റ്. P of A complement intersection B complement. ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ P of A യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കിട്ടാൻ 1 മൈനസ് ആയി ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ P of A യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ളതിന് 1 മൈനസ് P of A യൂണിയൻ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് P of A യൂണിയൻ ബിക്ക് പകരം അഡീഷൻ തിയറത്തിൻ്റെ ഫോമുല ഉപയോഗിക്കുന്നു. P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. ആ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 1 മൈനസ് P of A മൈനസ് P of B പ്ലസ് P of A ഇൻ്റർസെക്ഷൻ B. എല്ലാ വാല്യൂസും തന്നിട്ടുള്ളതാണ്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആവും. അടുത്ത ചോദ്യം, പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. ശ്രദ്ധിക്കണം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ്. വിൽ നോട്ട് ക്വാളിഫൈ, ദറ്റ് മീൻസ് അനിൽ വിൽ നോട്ട് ക്വാളിഫൈ ഓർ അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ. ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. അനിൽ ക്വാളിഫൈ ചെയ്യുന്നില്ല, അജിത്ത് ക്വാളിഫൈ ചെയ്യുന്നില്ല, രണ്ടും കൂടെ ആൻഡ് ചേർക്കാം. എന്നാൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ക്വാളിഫൈ ആതിരിക്കുക, ദറ്റ് മീൻസ് ഓറാണത്. എന്തൊക്കെയാ? അനിൽ വിൽ നോട്ട് ക്വാളിഫൈ ഓർ അജിത്ത് വിൽ നോട്ട് ക്വാളിഫൈ. അതാണ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റിൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ P of A ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഒരു കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി 1 മൈനസ് ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ 1 മൈനസ് P of A ഇൻ്റർസെക്ഷൻ ബി, ദറ്റ് ഈസ് 1 മൈനസ് P of A ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.98. സി പാർട്ട്, പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദം ക്വാളിഫൈ. അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. എക്സാക്ട്ലി വൺ ഓഫ് ദം, കൃത്യം ഒരെണ്ണം
ദറ്റ് മീൻസ് എ ഒന്നുകിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എ മാത്രം എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി നോട്ട് ബി അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓർ ബി ആൻഡ് നോട്ട് എ ആണ്, അത് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇത് ഇങ്ങനെ ചെയ്തതാണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റും കോമൺ എലമെൻ്റ് ഇല്ല, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെന്നും അതുകൊണ്ട് അതിൻ്റെ യൂണിയൻ വന്നാൽ അതിൻ്റെ പ്രോബിലിറ്റി കാണാൻ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അഡീഷൻ തിയറം പഠിച്ച ആ ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലം ചെയ്ത് കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ബി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് അതിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി കാണാനായിട്ട് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്താൽ മതി. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇത് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുള്ളത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, ഈ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അത് -2 ഇൻറ്റു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാവും. ദെൻ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.05 പ്ലസ് 0.1 -2 ഇൻറ്റു 0.02 ആൻഡ് ആൻസർ കിട്ടുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. In a class of 60 students, 30 opted for NSS, 32 opted for NCC, and 24 opted for both NSS and NCC. Find the probability that a student opted NCC or NSS, neither NSS nor NCC, NSS but not NCC, NCC but not NSS, exactly one of NSS and NCC. Simple problem ആണ്. 60 students, 30 opted for NSS and 32 opted for NCC. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS എന്ന ഇവൻറ്റിനെ എ എന്നും സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NCC എന്ന് പറയുന്ന ഇവൻറ്റിനെ ബി എന്നും ഡിനോട്ട് ചെയ്യാം. എ ബി ദ ഇവൻറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS ആൻഡ് ബി ദ ഇവൻറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NCC. ഇവിടെ ടോട്ടൽ 60 ആണുള്ളത്. 30 ആണ് NSS ഓപ്റ്റ് ചെയ്തത്, 32 ആണ് NCC ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ 60 ടോട്ടൽ ഉണ്ട്, അതിൽ 30 NSS ഓപ്റ്റ് ചെയ്തു. അപ്പോൾ NSS ഓപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. അപ്പോൾ 30/60 എന്ന് വരും. 32 ഓപ്റ്റഡ് ഫോർ NCC ആണ്. അപ്പോൾ NCC ഓപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 32/60 ആണ്. അപ്പോൾ നമുക്ക് NSS ഓപ്റ്റ് ചെയ്യുന്ന ഇവൻറ്റിനെ എ എന്നും NCC ഓപ്റ്റ് ചെയ്യുന്ന ഇവൻറ്റിനെ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ തുടങ്ങുന്നു? ലെറ്റ് എ ബി ദി ഇവൻറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS, ബി ദി ഇവൻറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NCC. ദെൻ പി ഓഫ് എ ഈക്വൽ ടു 30/60, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 32/60. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NSS ആൻഡ് NCC. 24 പേര് രണ്ടും ഓപ്റ്റ് ചെയ്തു. ദറ്റ് മീൻസ് എ ആൻഡ് ബി ആണ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS ആൻഡ് NCC ആകെ 60, അതിൽ 24 പേരാണ് രണ്ടും ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി 24/60. ദറ്റ് മീൻസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 24/60. ആദ്യം NCC, find the probability that student opted NCC or NSS, that means A or B, that means A union B. Now from student opted ഫസ്റ്റ് പാർട്ട് എ പാർട്ട് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS ഓർ NCC. ദാറ്റ് മീൻസ് എ ഓർ ബി ഈക്വൽ പി ഓഫ് എ യൂണിയൻ ബി. അത് അഡീഷൻ തിയറം ഉപയോഗിക്കാം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. വാല്യൂസ് എല്ലാം അറിയാവുന്നതാണ്. പി ഓഫ് എ 30/60, പി ഓഫ് ബി 32/60 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 24/60. സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടുന്നു. അടുത്ത ബി പാർട്ട് പ്രോബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് നെയ്തർ NSS നോർ NCC. സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് നെയ്തർ NSS നോർ NCC. NSS ഓപ്റ്റ് ചെയ്യുന്നില്ല, NCC ഓപ്റ്റ് ചെയ്യുന്നില്ല. NSS ഓപ്റ്റ് ചെയ്യുന്നു എന്ന ഇവൻറ്റിനെ എ ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ്. NCC ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെൻറ്റ്. രണ്ടും ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അവിടെയും നമ്മൾ ഡി മോർഗൻസ് ലോ ആണ് ഉപയോഗിക്കുന്നത്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി 1 മൈനസ് ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ 19/30. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടുന്നു. അടുത്ത പ്രോബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS ബട്ട് നോട്ട് NCC. NSS ഓപ്റ്റ് ചെയ്യുന്നു, NCC ഓപ്റ്റ് ചെയ്യുന്നില്ല. NSS ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇവൻറ്റിനെ എ, NCC ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ NSS ഓപ്റ്റ് ചെയ്യുന്നു ആൻഡ് NCC ഓപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അതാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് ഫോർമുല പഠിച്ചതാണ്. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ആ രണ്ട് വാല്യൂ അറിയാവുന്ന വാല്യൂസാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 30/60 മൈനസ് 24/60. അടുത്ത ഡി പാർട്ട് പ്രോബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NCC ബട്ട് നോട്ട് NSS. NCC ഓപ്റ്റ് ചെയ്യുന്നു, NSS ഓപ്റ്റ് ചെയ്യുന്നില്ല. NCC ഓപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബി ആൻഡ്
എൻ എസ് എസ് ഒപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ പി ഓഫ് ബി ആൻഡ് എ കോംപ്ലിമെൻറ്റ്, അതാണ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. അത് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 32/60 മൈനസ് 24/60. ലാസ്റ്റ് പാർട്ട്, പ്രോബിലിറ്റി ഓഫ് സ്റ്റുഡൻറ് ഓപ്റ്റഡ് എക്സാക്ട്ലി വൺ ഓഫ് എൻ എസ് എസ് ആൻഡ് എൻ സി സി. രണ്ടിലേത് കൃത്യം ഒരെണ്ണം, ദറ്റ് മീൻസ് എൻ സി സി ബട്ട് നോട്ട് എൻ എസ് എസ്, ഓർ എൻ എസ് എസ് ബട്ട് നോട്ട് എൻ സി സി. അപ്പോൾ എൻ എസ് എസ് ഓപ്റ്റ് ചെയ്യുന്ന രണ്ടിൽ കൃത്യം ഒരെണ്ണം എന്നാണ്, ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ ഒന്നുകിൽ അത് എൻ എസ് എസ് ആൻഡ് നോട്ട് എൻ സി സി എന്ന് വരാം, അതായത് എ ആൻഡ് നോട്ട് ബി, അതാണ് എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ്, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓർ ദറ്റ് മീൻസ് യൂണിയൻ എൻ സി സി ബട്ട് നോട്ട് എൻ എസ് എസ്, ദറ്റ് മീൻസ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇത് നമ്മൾ നേരത്തെയും ചെയ്തതാണ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, കോമൺ എലമെൻറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് യൂണിയൻ വന്നാൽ പ്രോബിലിറ്റി കിട്ടാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും കഴിഞ്ഞ രണ്ട് പാർട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസാണ്. ആ വാല്യൂസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ല ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഫോമിൽ എഴുതി വേണം ചെയ്യാം. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ആ വാല്യൂസ് സിംപ്ലിഫൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് അഡിഷൻ തിയറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. ഇത്രയാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ തീരുകയാണ്. അഡിഷൻ തിയറം വളരെ പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സിമ്പിളുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്. നമുക്കിതിൻ്റെ ഈ പ്രോബബിലിറ്റി അടുത്ത വർഷത്തെ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ളതുമാണ്. ഓക്കെ.